നമസ്കാരം. പൃഥ്വിരാജ് സുകുമാരന്റെ സംവിധാനത്തിൽ മോഹൻലാൽ നായകനായ ബ്രഹ്മാണ്ഡ ചിത്രം എമ്പുരാൻ ബോക്സ് ഓഫീസിൽ ആദ്യ ദിനം ചരിത്രം സൃഷ്ടിച്ച് മുന്നേറുകയാണ്. എമ്പുരാൻ സിനിമ ആഗോളതലത്തിൽ ആദ്യ ദിനം ഏറ്റവും അധികം കളക്ഷൻ നേടുന്ന മലയാള ചിത്രമായി മോഹൻലാലിന്റെ ഈ ബ്രഹ്മാണ്ഡ സിനിമ മാറിയിട്ടുണ്ട്. സിനിമയുടെ അണിയറക്കാർ തന്നെയാണ് ഇക്കാര്യം ഔദ്യോഗികമായി അറിയിച്ചത്. എന്നാൽ കളക്ഷൻ തുക ഒഫീഷ്യലായി പുറത്തുവിട്ടിട്ടില്ല. മലയാളത്തിന് പുറമെ ഹിന്ദി, തമിഴ്, തെലുങ്ക്, കന്നഡ ഭാഷകളിൽ ചിത്രം ഒരേ സമയം വേൾഡ് വൈഡ് ആയിട്ട് റിലീസ് ചെയ്തിട്ടുണ്ട്. ചിത്രം രാജ്യത്തുടനീളം ആദ്യ ദിനം 22 കോടി നേടിയതായാണ് ട്രേഡ് അനലിസ്റ്റുകൾ ഇപ്പോൾ പറയുന്നത്. ട്രാക്കിംഗ് വെബ്സൈറ്റായ സാക്നിക്സിന്റെ റിപ്പോർട്ട് പ്രകാരം മലയാളം പതിപ്പ് ആദ്യ ദിനം 14 കോടിയും തെലുങ്ക് പതിപ്പ് 1.5 കോടിയും കർണാടകയിൽ നിന്ന് 3 കോടിയും തമിഴ് പതിപ്പ് 80 ലക്ഷം നേടിയതായാണ് ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള കണക്ക്. ഓവർസീസ് കളക്ഷൻ നോക്കുകയാണെങ്കിൽ ബോളിവുഡ് സിനിമകൾക്ക് ലഭിക്കുന്നതിനേക്കാൾ കൂടുതൽ ഓപ്പണിംഗ് ആണ് എമ്പുരാൻ സിനിമയ്ക്ക് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത്. UK-യിലും ന്യൂസിലാൻഡിലും ഏറ്റവും അധികം ഓപ്പണിംഗ് കളക്ഷൻ ലഭിക്കുന്ന ഇന്ത്യൻ സിനിമയായി മോഹൻലാൽ ചിത്രം എമ്പുരാൻ ഇപ്പോൾ മാറിയിട്ടുണ്ട്. എമ്പുരാൻ സിനിമയുടെ രാഷ്ട്രീയം പറഞ്ഞ് രാഹുൽ ഈശ്വർ വളരെ കാലം മുമ്പ് നടന്ന ഗുജറാത്ത് കലാപത്തിൽ ഉൾപ്പെട്ട ആളുകളുടെ പേര് വരെ ഉപയോഗിച്ച് ഇന്നത്തെ കാലത്ത് ഒരു പാൻ ഇന്ത്യൻ സിനിമ ചെയ്യാൻ മുരളി ഗോപിക്കും പൃഥ്വിരാജിനും ഉണ്ടായ ധൈര്യത്തെ അഭിനന്ദിക്കുന്നു എന്നാണ് രാഹുൽ ഈശ്വർ പറയുന്നത്. ദേശീയ അന്വേഷണ ഏജൻസികൾ വരെ ചിലരുടെ ചട്ടുകമായി പ്രവർത്തിക്കുന്നതും സംഘപരിവാർ രാഷ്ട്രീയത്തെ തുറന്നു കാട്ടുകയും അടക്കം വളരെ ധൈര്യപൂർവ്വം തുറന്നു പറഞ്ഞ എമ്പുരാൻ വളരെ ശക്തമായൊരു സ്റ്റേറ്റ്മെന്റ് ആണെന്ന് രാഹുൽ ഈശ്വർ പങ്കുവെച്ച വീഡിയോയിൽ പറയുന്നു. ഞാൻ മുംബൈ ഐനോക്സിലാണ് എമ്പുരാൻ കണ്ട് ഇറങ്ങിയിട്ടേ ഉള്ളൂ. സിനിമ ഗംഭീരമായിട്ടുണ്ട്. സിനിമയ്ക്ക് പോസിറ്റീവുകളും ഉണ്ട്, അതേപോലെ തന്നെ നെഗറ്റീവുകളും ഉണ്ട്. ആദ്യം സിനിമയെക്കുറിച്ച് പറയാം. ഗംഭീരമായിട്ടുണ്ട്. ലാലേട്ടന്റെ പെർഫോമൻസ് ഗംഭീരം. പൃഥ്വിരാജ് നന്നായി ചെയ്തിട്ടുണ്ട്. സിനിമയുടെ ഒന്നാം ഭാഗമായ ലൂസിഫറിൽ ചെറുതായി ലാഗ് അടിച്ചിട്ടുണ്ടെങ്കിൽ ആ ലാഗും പ്രശ്നങ്ങളും ഒക്കെ ഇതിൽ ശക്തമായി പൃഥ്വിരാജിന് മാറ്റാൻ കഴിഞ്ഞിട്ടുണ്ട്. വളരെ വ്യക്തമായി തന്നെ പൃഥ്വിരാജ് തന്റെ രാഷ്ട്രീയ നിലപാടും ആശയവും പറയുകയും അതിശക്തമായിട്ട് തന്നെ ഈ തീവ്ര വലതുപക്ഷം ഉണ്ടായ പ്രശ്നങ്ങളെ ചൂണ്ടിക്കാണിക്കുകയും ചെയ്തിട്ടുണ്ടെന്ന് രാഹുൽ ഈശ്വർ പറയുന്നു.